കാസർഗോഡ് കുമ്പളയിൽ നിന്നൊരു വാർത്ത വരുന്നു. കെമിക്കൽ ബാരൽ കരക്കിടിഞ്ഞു. കുമ്പള കോയിപ്പാടി കടപ്പുറത്തറിഞ്ഞ ബാരൽ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. ബാരലിൽ നൈട്രിക് ആസിഡ് എന്ന് സംശയമുണ്ട്. അരുൺ പാറക്കലുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, എപ്പോഴാണ് ഈ വസ്തു അല്ലെങ്കിൽ ഈ ബാരൽ ശ്രദ്ധയിൽപ്പെടുന്നത്? ഇതിനകത്തെ വസ്തു നൈട്രിക് ആസിഡ് എന്ന് സംശയിക്കാൻ എന്താണ് സാഹചര്യം? ഗൂഗിൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ആ ബാരൽ. ഇപ്പോൾ ഒരു പറമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കടപ്പുറത്ത് തന്നെയുള്ള കോയിപ്പാടി ബീച്ചിലെ സമീപത്തുള്ളൊരു പറമ്പിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് വേലിയേറ്റത്തിലാണ് ഈ അടുത്തുള്ള ഷിറിയ പുഴയിലേക്ക് ഈ ബാരൽ അടിച്ചു കയറിയതെന്നാണ് പറയുന്നത്. അതിനുശേഷം മത്സ്യത്തൊഴിലാളികളാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷമാണ് കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചത്. എന്തായാലും കോസ്റ്റൽ പോലീസ് സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അത് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ബാരലിന് പുറത്ത് HNO3 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അത് നൈട്രിക് ആസിഡ് ആണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും കെമിക്കൽ അംശം അതിലുണ്ട്, ആ ബാരലിലുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ആ ബാരലിൻ്റെ അടുത്തേക്ക് ആളുകളെയൊന്നും ഇപ്പോൾ കടത്തിവിടുന്നില്ല. നാളെ ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തണം. അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇതെങ്ങനെയാണ്, എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? വൈകുന്നേരം 1 മണിക്കാണ് ഞങ്ങൾ വില വീശാൻ വേണ്ടി പോയത്. ആ വീശുന്ന സമയത്ത് ഒരു കടലിങ്ങനെ കരയിൽ കണ്ടായിരുന്നു. കാണുമ്പോൾ അത് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ കടലിൽ നിന്ന് പുഴയിൽ വേലേറ്റത്തിന് പുഴയിൽ വന്നപ്പോൾ ഇവിടെ കയറ്റി ഇട്ടതാണ്. വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്. പകുതിയുള്ളതാണ്, ഫുള്ളില്ല, ഹാഫാണ്. ഒരു ബാരൽ മാത്രമാണ് ഉണ്ടായത്? മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരി. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനൊന്നും ഇങ്ങനത്തെ ഉപയോഗിക്കാറില്ല അല്ലേ, ആസിഡൊന്നും? ഇല്ല, അതിനൊന്നും ഇല്ല. എന്താണെന്ന് അറിയില്ല. പിന്നീടാണ് പോലീസിനെ വിളിച്ച്. ശരി അരുൺ, ഏതായാലും കാസർഗോഡാണ്, കുമ്പളക്കടുത്ത് കോയിപ്പാടി കടപ്പുറത്താണ് ഈ ബാരൽ അടിഞ്ഞിരിക്കുന്നത്. അതിൽ നൈട്രിക് ആസിഡ് എന്നതാണ് ഇപ്പോഴത്തെ സംശയം. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ നാളെയായിരിക്കും നടക്കുക. അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയ ബാരൽ അവർ കരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.